നിന്റെ അച്ഛന്റെ പ്രായമില്ലടാ. കുറ്റവാളികളെ മയിൽപീലി കൊണ്ട് തടവി ചോദ്യം ചെയ്ത് സുഖിപ്പിക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. സുഖിപ്പിക്കണോന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? പോലീസുകാരെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണോ നീ? മര്യാദകേട് കണ്ട പ്രതികരിക്കുന്ന പൊതുജനത്തിൽ പെട്ടതാണ് സാറേ ഞാനും. 3 നേരം ഉണ്ണുന്നത് ചോറ് തന്നെയാ. അതുകൊണ്ട് ഇതുപോലുള്ള ചെറ്റത്തരം കണ്ട പ്രതികരിച്ചു എന്നിരിക്കും. എങ്കിൽ നല്ല ഇടിയും കിട്ടും. കാക്കിയിട്ടവന്റെ അടിയെന്ന് പറഞ്ഞ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ പവർ ഉണ്ടാവണം. നിനക്കത് ചിലപ്പോ ഇപ്പൊ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാക്കി എന്നാടാ നിനക്കുണ്ടായത്? നീ നിന്റെ അടിയുടെ പവറിനെ കുറിച്ച് പറഞ്ഞല്ലോ. കോളേജ് ഇലക്ഷന്റെ തലേന്ന് സ്റ്റാച്യു ജംഗ്ഷനില് ആർട്സ് കോളേജിലെ പൂച്ചാണ്ട് സുനിലും കൂട്ടരും നിന്നെ വളഞ്ഞിട്ട് തല്ലിയപ്പോ നീ ഇപ്പൊ പറഞ്ഞ ഇടിയുടെ പവറൊന്നും ഞാനന്ന് കണ്ടില്ലല്ലോ. അന്ന് നിനക്ക് കാക്കിയില്ലല്ലോ അല്ലേ? കാക്കി ഇട്ടാ മാത്രം ബലം വെക്കുന്ന നിന്റെ മുഷ്ടിയുടെ പവറ് അടിതടവ് പഠിച്ച ആണുങ്ങളുടെ മുമ്പിൽ നീ എടുക്കരുത്. എടുത്ത മുന്നും പിന്നും നോക്കില്ല. ഇരുട്ടത്ത് പതിയിരുന്ന് തീച്ചാങ്കത്തി കയറ്റും പിള്ളേര്. പറഞ്ഞില്ലാന്ന് വേണ്ട. ശിവ, ഇത് കളക്ടർ ശാലിനി മേഡം തന്ന പരാതിയാണ്. ഇതിൽ നീയെ ഇടപെടണ്ട. പരാതിയല്ലേ തന്നത്? അല്ലാതെ കുറ്റവാളിയാണെന്നും പറഞ്ഞ് തറപ്പിച്ചെഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നുമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതിലൊരു മര്യാദ വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ഫോൺ എടുത്തോണ്ടോ? ശരി സാർ. ഹലോ, ശരി, ഓക്കെ. എല്ലാം തീർന്നെന്ന് വിചാരിക്കണ്ട. എന്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ ഇനിയും വരും. പറഞ്ഞ പ്രകാരം ഞാനിവിടെ താമസം തുടങ്ങി. ശിവന്റെ വാടക വീട്ടിൽ. വെരി ഗുഡ്. അവന്റെ പ്രതികരണം എന്താ? എന്നെ കാണുന്ന തന്നെ ചതുർത്ഥിയാ. എന്തായിരിക്കും പ്രതികരണം എന്ന് ഊഹിക്കാവുന്നതല്ലേ? അതൊന്നും കാര്യാക്കണ്ട. വലിഞ്ഞു കയറി ചെന്നവളെന്നുള്ള കോംപ്ലക്സ് ഒന്നും മനസ്സിൽ തോന്നണ്ട. അവന്റെ A to Z കാര്യങ്ങളിൽ ഇടപെടണം. പുറത്തേക്ക് ഇറങ്ങിയാൽ ചോദിക്കണം എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു. കൃത്യമായിട്ട് മറുപടി കിട്ടുമൊന്നും വേണ്ട. നമ്മുടെ ഉദ്ദേശം എന്താ? മാക്സിമം അവനെ ഇറിറ്റേറ്റ് ചെയ്യാ. തിളച്ച എണ്ണയിലിട്ട് ജീവനോടെ പൊരിച്ചെടുക്കുന്ന അവസ്ഥയില്ലേ, അതുപോലെ അവൻ കിടന്ന് കൈകാലിട്ടടിക്കണം. നിലയില്ലാ കയത്തിൽ വീഴുമ്പോ കാണിക്കുന്ന മരണവെപ്രാളമില്ലേ, അതവന്റെ മുഖത്ത് കാണണം. വന്നു കയറിയപ്പോ നീ എന്തിനാ വന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഈ താലി എടുത്ത് കാണിച്ചു. ഇനി ഞാൻ ഇവിടെയാ ജീവിക്കാൻ പോകുന്നെന്നും പറഞ്ഞു. എനിക്ക് അന്ത്യശാസനം നൽകി പോയിരിക്കുക. തിരിച്ചു വരുമ്പോ ഞാനിവിടെ കാണരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പടി കൂടി നമ്മൾ കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വെപ്പും കുടിയൊക്കെ ഉണ്ടോ? ഇവിടെ ആങ്ങളെയും പെങ്ങളും കൂടി ഹോട്ടൽ ഭക്ഷണമാണ് ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. ആ, നീ ആ ഫോണുമായിട്ടൊന്ന് അടുക്കളയിലേക്ക് ചെന്നേ. അല്ല, അടുപ്പിൽ പൂച്ച പറ്റി കിടപ്പുണ്ടോ നമുക്ക് നോക്കാലോ. ഇപ്പൊ നോക്കിയേക്കാം. ആശാനേ, ആശാനേ, എന്താ? ആരാ? എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്നോ? വേലേതണ്ട് പിന്നെ മകളാ? ഇതേത് മോള്? കൺഫ്യൂഷൻ ആയല്ലോ. അല്ല, ചന്ദ്രയുണ്ടോ? ചന്ദ്രന് സൂര്യനെ കൊണ്ടുവന്ന് തീർക്കാൻ താനാരാ? ഞാൻ കമലൻ, ശിവാശന്റെ ശിഷ്യനാ. ഓ, എങ്കിൽ ശിവനാശാന്റെ ഭാര്യയാ ഞാൻ.
ഡെയ്സി. ഭാര്യ? ദേ ഇതാ താലി. അല്ല, ഇതൊക്കെ എപ്പോ കഴിഞ്ഞ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു. അല്ല, എല്ലാം തന്നെ അറിയിച്ച് ചെയ്യണമെന്നുണ്ടോ? അത് ശരി. ഞാനേ ആശൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നെ അറിയിക്കാതെ കല്യാണോ? അത് ഏത് വകയിലേ കല്യാണം? എന്തേ? അല്ല, ആശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ, ഇനി കിട്ടാനേ കുറച്ച് പ്രയാസമായിരിക്കും. കുടുംബവും കുട്ടികളും ഒക്കെ ആവാൻ പോവല്ലേ. അല്ല, ഇത്ര പെട്ടെന്നാ? ഇതിപ്പോ ആശന കണ്ടിട്ട് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇനി ഞാനിപ്പോ എന്താ ചെയ്യാ? ഓ, തനിക്ക് ചെയ്യാനാണോ? തനിക്ക് ചെയ്യാനുള്ള പണി ഞാൻ ഇപ്പൊ തരാം. ഒരു മിനിറ്റ്. പണിയാ? പണിയാ? എന്തു പണിയായിരിക്കും? ദാ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ പോയി വാങ്ങിട്ട് വാ. ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, വറ്റൽമുളക്, പയറ്, പരിപ്പ്, തേയില, പഞ്ചസാര, അരി, ജീരകം, കടുക്, വെളിച്ചെണ്ണ, മസാല, സാമ്പാർ പൊടി, തേങ്ങയാ? ഒരു കുടുംബാവുമ്പോഴേ ആദ്യം വേണ്ടത് വീട്ടു സാധനങ്ങളാ. ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നതേ അടുക്കളയാ. അതുകൊണ്ട് ആദ്യം നിറയേണ്ടതും അടുക്കള തന്നെയാ. അടുക്കള നിറഞ്ഞാൽ വയറും താനെ നിറയുന്ന പഴമക്കാര് പറയുന്ന